അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നുസൈബ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി. പടച്ചോനെ, ഇത് ഷമ്മുക്കയാണല്ലോ. അവളുടെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതങ്ങ് കൂടി. അതെ, ഷമ്മാസിൻ്റെ റീപ്ലൈ വന്നിരിക്കുന്നു എൻ്റെ മെസ്സേജിന്. പടച്ചോനെ, എന്തായിരിക്കും? ഞാൻ ഷമ്മാസിനോട് പറഞ്ഞിരുന്നു, ഷമ്മാസ്, എൻ്റെ ഹൃദയത്തിൽ നീയുണ്ട്, എപ്പോഴും നീയൊന്ന് വിളിച്ചാൽ ഞാൻ വരുമെന്ന്. അതെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇനിയും കാത്തിരിക്കുന്നത് എന്ന്. അതിനുള്ള റീപ്ലൈ ആയിരിക്കും. അവൾ ഒരു നിമിഷം, ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യണോ അതോ രാത്രി കിടന്നതിന് ശേഷമോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ ഒരു പക്ഷേ അത് ശരിക്കും ആസ്വദിക്കാൻ കഴിയില്ല. വേണ്ട, എല്ലാവരും കിടക്കട്ടെ, എന്നിട്ട് രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം, അതായിരിക്കും നല്ലത്. തൽക്കാലം അവിടെ കിടക്കട്ടെ. അവൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നു. അവൾക്ക് വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. ഉമ്മയും എല്ലാവരും ഉണ്ട്. മോളെ നുസൈബ, പിന്നെ എന്താ അന്ന് ഷിഫ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ എന്തായിരുന്നു? ഓൾക്കിപ്പോൾ എന്താ? അല്ലെങ്കിൽ ചില പെൺകുട്ടികൾക്ക് ചില കുട്ടികളെ കല്യാണം കഴിയുമ്പോൾ ഒരിതായിരിക്കും. ഉമ്മ അങ്ങനെയൊന്നുമില്ലമ്മ, ഷിഫ പാവാണ്, അവൾ ഞാൻ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ള കുട്ടിയാണ്, എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ അവൾക്കുള്ളൂ, അല്ലാതെ ഒരു തെറ്റിദ്ധാരണയില്ല. എന്നാലും മോള് കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോടുള്ള പറഞ്ഞത് എന്താ ഇത്താത്ത അങ്ങനെയൊക്കെ ചെയ്തത്? അവൾ പഠിക്കണ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ തോന്നി. കാരണം നമ്മൾക്ക് എന്ന് വെച്ചാൽ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ബേജാറാണ്. അപ്പോൾ ഒന്ന് നോക്കാഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. ഒരാളുടെ കയ്യിലാണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വസ്ഥാണ് മനസ്സിന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ബേജാറ്. അല്ലെങ്കിൽ ഇപ്പോൾ പഠനം കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ പെൺകുട്ടികളല്ലേ, താഴെ രണ്ടെണ്ണം വളർന്നു വരില്ലേ, അതിറ്റങ്ങളൊപ്പമാണ് വളരുന്നത്. അപ്പോൾ ഇതും എല്ലാം കൂടി ആകുമ്പോഴേ മനസ്സിനൊരു പ്രയാസമാവും. ഒരാളെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്താൽ അതായില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മ അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതാ നുസൈബയുടെ മനസ്സിൽ അവൾക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അവൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. എന്നാലും എൻ്റെ ഷമ്മാസ്ക എന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എന്നെ വിട്ടു പോവില്ല. അതായിരിക്കും ആ മെസ്സേജിനുള്ള റീപ്ലൈ. അത് ഒന്ന് ഓപ്പൺ ചെയ്യാൻ, ശരിക്കൊന്ന് വായിച്ചു നോക്കാൻ, അത് ഒന്ന് രാത്രിയാവട്ടെ എന്ന് കരുതി ഫോൺ തന്നെ ഓപ്പൺ ആക്കാൻ തോന്നുന്നില്ല. അത് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഹിജാബി, നിന്നെ ഞാൻ കാണാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ എനിക്കിഷ്ടമാണ്, നിന്നെ മറ്റൊരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ആയിരിക്കും. അവൾ വല്ലാത്തൊരു സ്വപ്നലോകത്തായിരുന്നു. ഉമ്മ അവളോട് ചോദിച്ചു, എന്താ നുസൈബ പെണ്ണേ, നീ വല്ലാത്ത ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ടല്ലെന്ന്, മറ്റേത് എപ്പോഴും ടെൻഷനായിരിക്കും. അല്ലമ്മ, ഇന്ന് ക്ലാസ്സിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടേ. ഇപ്പോൾ ക്ലാസ്സിലത്തവരോടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയില്ലേ? ഉമ്മ, എല്ലാവരും നല്ലത് തന്നെയാണ്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഷിഫയാണ്, അത് ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും കേട്ടോ. ആയിക്കോട്ടെ, എന്തായാലും ഈ വർഷം എങ്ങനെ കഴിയട്ടെ, പിന്നെ എക്സാമും കഴിഞ്ഞ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമുക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. എൻ്റെ കുട്ടി അന്നും എതിര് പറയരുത് കേട്ടോ. ഇപ്രാവശ്യം തന്നെ എൻ്റെ ഇഷ്ടത്തിനാണ് നീട്ടിയിട്ടത്, ഒരു വർഷത്തിനേ. അത് കഴിഞ്ഞാൽ ഓന് വരും, ഓൻ വന്നിട്ട് ഇനിയിപ്പോൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടത്. പുതിയാപ്പിള ഞാൻ അതിന് മുമ്പ് കാണാൻ വരുമോ എന്താവോ? ഉമ്മ വേണ്ടെന്ന് പറയും. ഉമ്മ ഇപ്പോൾ എന്നെ കാണാനൊന്നും വരണ്ട, ഉമ്മ ഒന്ന് വന്ന് കണ്ടതല്ലേ, അതുകൊണ്ട് എന്നെ കാണാനൊന്നും വരണ്ട പറയണം. എനിക്കുമ്മ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്മ, അതാണ്. ആയിക്കോട്ടെ മോളെ, എന്നാൽ ഇനി വന്നിട്ടാക്കാം. ഏതായാലും ഉമ്മ വന്ന് കണ്ടുപോയി പറ്റിയിക്കണല്ലോ, ഓൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണം. പിന്നെപ്പം എന്താ? അന്ന് രാത്രി എത്ര പഠിച്ചിട്ടും അതിങ്ങോട്ട് നുസൈബാക്ക് ശരിക്കും ഇങ്ങോട്ട് തലയിൽ കയറാത്ത പോലെ. എനിക്ക് ആ ഫോണിലേക്ക് തന്നെയാണ് എൻ്റെ കൈകൾ പോകുന്നത്. അതൊന്ന് ഓപ്പൺ ആക്കണം, ആ ഒരു മെസ്സേജ്, അതിനെക്കുറിച്ച് അറിയണം എന്നതിനെക്കുറിച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉമ്മ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചു. പക്ഷേ നുസൈബാക്ക് ഫുഡ് അത് ശരിക്കും കഴിക്കാൻ കഴിയുന്നില്ല. മോളെ, എന്ത് നീ കഴിക്കാത്തവൻ കഴിക്ക്. അവരെല്ലാവരും കൂടി അതാ കഴിക്കുന്നു. അത് കഴിഞ്ഞ് അനിയത്തികളെല്ലാം ഉറങ്ങി. ഇനിയിപ്പോൾ അതൊന്ന് എടുത്തു നോക്കണം. മോളെ നുസിയെ, ഇനി വേഗം കിടന്നുറങ്ങിക്കോ, ഫോണൊന്നും എടുത്ത് കളിക്കാൻ നിൽക്കണ്ട,
ഇല്ലമ്മ, ഫോണൊന്നും ഞാൻ എടുക്കണില്ല. നുസൈബ ഫോണ് അതാ അവിടെ ആ ടേബിളിൻ്റെ ഉള്ളിലായിക്കൊണ്ട് വെച്ചു. അഥവാ ഇനിയും മെസ്സേജ് വന്നാൽ ഒരു പക്ഷേ തൽക്കാലം ഫോണൊന്ന് സൈലൻ്റ് ആക്കിയിടാം. അതിപ്പോൾ മെസ്സേജ് വരുമ്പോഴേ അത് ഈ സമയത്ത് ഇങ്ങനെ വരുമ്പോഴൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഷമ്മാസ് മെസ്സേജ് അയക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അതാ എല്ലാവരും ആ വീട്ടിൽ ഉറങ്ങുന്നു. ആ ഒരു സമയത്ത് നുസൈബ അവളുടെ ഫോൺ പതുക്കെ എടുത്തു. ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഫോൺ എടുത്താൽ അത് ശരിക്കും ആ ലൈറ്റ് കാണും, അത് ഉറപ്പുണ്ട്. നുസൈബ പതുക്കെ പുതപ്പുമെടുത്ത് അതിനുള്ളിലാക്കി അതാ ഫോൺ ഓൺ ചെയ്യുന്നു. അവളുടെ കണ്ണുകൾ ആ ഒരു മെസ്സേജ് കാണുവാൻ വേണ്ടി വല്ലാതെ ആകാംക്ഷയോടെ കൊതിച്ചു. തൻ്റെ ഷമ്മുക്ക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നവൾ കരുതി. അവളൊരു നിമിഷം ഷമ്മാസിനെ കുറിച്ച് ഓർത്തു. എങ്കിലും ഷമ്മുക്ക 2 ദിവസമായല്ലോ ഷോപ്പിൽ വരാത്തത്, എന്താണാവോ? എൻ്റെ മെസ്സേജ് കണ്ട് സമാധാനമായിട്ടുണ്ടാകും, ഉറപ്പാണ്. നുസൈബ ആകാംക്ഷയോടെ ഫോണിൻ്റെ ലോക്ക് തുറന്നു. അതെ, ഷമ്മുക്ക എന്നുള്ള പേജ് ഓപ്പൺ ചെയ്തു. ആ ഒരു മെസ്സേജ് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അല്ലാ, എന്താ ഇത്? ആ മെസ്സേജ് വായിച്ചവൾ പൊട്ടിക്കരഞ്ഞു. ഹലോ, ഇനി നീ എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. എൻ്റെ വീട്ടുകാരെനിക്ക് കല്യാണം നോക്കുന്നുണ്ട്, അത് ഏകദേശം സെറ്റായിട്ടുമുണ്ട്. അതുകൊണ്ട് ദയവായി നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അവളുടെ കൈകാലുകൾ തളരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വെറുതെ അതാ ബെഡിലേക്ക് കൊഴിഞ്ഞു വീഴുന്നു. അല്ലാ, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയത്? വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ ഞാൻ നേരിടേണ്ടി വരുന്നത്. ഹേയ്, ഷമ്മാസും എന്നോട് അങ്ങനെ പറഞ്ഞു. ഇനി എന്താ എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം? ഉമ്മയും ഉപ്പയും പറഞ്ഞ ആ ഒരു ബന്ധം എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല. അതെ, ആ വീട്ടിലെ ആ ഹുസൈനാജി എന്നോടൊരു ദിവസം വാഹനത്തിൽ കയറാൻ വരെ പറഞ്ഞു. മോളെ കയറിക്കോ, നിന്നെ ഞാൻ കോളേജിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിന് അവരെ ഇനി വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇനിയും ഞാൻ അയാളുടെ വീട്ടിലേക്ക് തന്നെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിച്ചോനെ, എന്തിനാണ് എനിക്ക് ഇങ്ങനൊരു ജീവിതം? ഒരു നിമിഷം അതാ അവൾ പ്രാർത്ഥിക്കുന്നു. പഠിച്ച റബ്ബേ, എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എനിക്ക് നീ ജീവിതം നൽകണം. അതല്ല, മരണമാണ് എനിക്ക് ഹൈറെങ്കിൽ എനിക്ക് മരണം മതി അല്ലാ. അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, പരീക്ഷണത്തിനും വേണ്ടി മാത്രം ജനിച്ചവനാണോ ഞാൻ? അതിനു വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? എനിക്കെൻ്റെ ജീവിതം അത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഫൈസൽ കയിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കഴിയാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഒരുപാട് പ്രതീക്ഷിച്ചതാണ്. ഇല്ല, അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അത് എനിക്കത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ ഫൈസൽക്കയുടെ കൂടെയുള്ള ജീവിതം. ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് അന്തി ഉറങ്ങാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. എപ്പോഴും എന്നെ അന്യയെ പോലെയാണ് കണ്ടിരുന്നത്. ഞാനൊരു അന്യയായ പെണ്ണ്. അതെ, ഒരു പുറമ്പോക്കുകാരി. ഒരിക്കലും ഞാൻ ആ വീട്ടിലൊരു അംഗമല്ല, അല്ലെങ്കിൽ എൻ്റെ ഫൈസൽക്കയുടെ വൈഫല്ല എന്ന രീതിയിൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എപ്പോഴും ഒരു വേലക്കാരിയുടെ റോള്, അല്ലെങ്കിൽ ഒരു അധികപ്പറ്റ്. എൻ്റെ ഭർത്താവിന് ഞാനൊരു ശല്യം, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള സംസാരം. അതെല്ലാം തരണം ചെയ്ത് ഞാൻ ജീവിച്ചു. പക്ഷേ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡ് ആട്ടി പറഞ്ഞയച്ച പോലെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അതെ, അത്രക്കും വളരെയധികം തരം താഴ്ന്ന പ്രവൃത്തികൾ എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്തു. അത്രക്കും തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ സഹിക്കാൻ ഒരു പെണ്ണിനെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അത്ര ആ രീതിയിൽ എന്നെ വിഷമിപ്പിച്ചു. ഹൃദയം പൊട്ടി മരിച്ചു പോകുന്നവരെ തോന്നിപ്പോയി. പക്ഷേ
അള്ളാഹുവിനെ വിചാരിച്ച് മാത്രം അവിടെ നിന്നു. അള്ളാഹുണ്ടല്ലോ വലിയവൻ എന്നുള്ള രീതിയിൽ. പിന്നെ ആ ഉമ്മയുടെ ആ സ്വഭാവവും പെരുമാറ്റവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ജീവിച്ചത്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു പെണ്ണും അവിടെ നിൽക്കൂല. അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും സഹിക്കാൻ ആർക്കും കഴിയില്ല. കൺമുമ്പിൽ വെച്ചാണ് എന്നോടുള്ള എല്ലാ തെറ്റുകളും ചെയ്യുന്നത്. എൻ്റെ കൺമുമ്പിൽ വെച്ചാണ്. എൻ്റെ ജീവിതം അതങ്ങനെയായിപ്പോയി. ഇപ്പോഴിതാ ഞാൻ ആഗ്രഹിച്ച ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും തട്ടിത്തെറിപ്പിച്ച പോലെ അതും തട്ടിത്തെറിച്ചു പോയി. എൻ്റെ ഷമ്മാസ്, ഞാൻ ആഗ്രഹിച്ചിരുന്നു മറ്റൊരു പുരുഷൻ്റെ മുഖം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയെങ്കിൽ അതെൻ്റെ ഷമ്മാസായിരുന്നു. ഫൈസൽക്കയെ പറിച്ചെടുത്ത പോലെയാണ് ഫൈസൽക്ക എന്നെ ഒഴിവാക്കിയത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. വല്ലാതെ അങ്ങ് നേറിപ്പുകഞ്ഞിരുന്നു. അത് ആ ഒരു മുറിവിൻ്റെ വേദന, അതിനുണക്കം വന്നത് എൻ്റെ ഷമ്മാസ് എന്നോട് നല്ല വാക്കുകൾ പറഞ്ഞപ്പോഴാണ്. എൻ്റേതായിട്ടില്ലെങ്കിലും പറയുമ്പോൾ അതങ്ങനെ ആവുകയാണ്. അത്രക്കും നല്ല രീതിയിൽ. ഹിജാബി, നിനക്ക് ഞാനില്ലേ, നീ എന്തിനു വേദനിക്കണം? നിന്നെ മരിക്കുവോളം ഞാൻ സംരക്ഷിക്കൂലേ, നീ എന്തിനു പേടിക്കണം? നിനക്ക് ഞാനുണ്ട്, നീ പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശ്വാസവചനങ്ങൾ ചൊല്ലിയ ഷമ്മാസും എന്നെ ഇതാ ചതിക്കുഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. ഇല്ല പഠിച്ചോനെ, ഒരുപാട് ക്ഷമിച്ചതാണ്, സഹിച്ചതാണ്, ഹൃദയം പൊട്ടിക്കരഞ്ഞതാണ്. ആ മുറിവിൻ്റെ വേദന ഇനിയും മാറാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു അഗാധമായ മുറിവ് കൂടി എൻ്റെ ഹൃദയത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഇനി നുസൈബ കരയില്ല. കരഞ്ഞിട്ടെന്തിന്? കരയാൻ എനിക്ക് കണ്ണീരില്ല. എൻ്റെ ആദ്യ വിവാഹത്തിൽ ഒരുപാട് കരഞ്ഞു തളർന്നു. എൻ്റെ ഇക്ക ഒരിക്കലെങ്കിലും എന്നെ കൊണ്ടുവരാൻ വരുമെന്ന് പുറത്തേക്ക് നോക്കിയിരിക്കും. പലവട്ടം എൻ്റെ ഫൈസൽക്ക് വരുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല, വരില്ലെന്നുറപ്പായി. അത് പതിയെ ആ വേദന മാറിയത് ഷമ്മാസിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ്. ഇപ്പോഴിതാ ഷമ്മാസും എൻ്റെ ഹൃദയത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും ഇനി നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായി വരരുത് എന്നാണ് ഷമ്മാസ് എഴുതിയിട്ടുള്ളത്. അത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇനി എന്തിനാണ് ഞാൻ? എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇല്ല, ജീവിതത്തിൽ ഇനി എനിക്ക് വിവാഹമേ വേണ്ട. ഞാനത് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ചതിയന്മാരാണ്, എല്ലാ ആണുങ്ങളും. ഒറ്റൊന്നിനും വിശ്വസിക്കാൻ പറ്റൂല. എൻ്റെ ഭർത്താവ് അതങ്ങനെ, പിന്നെ ഇതാ ഷമ്മാസ്, എല്ലാം അങ്ങനെ. ഇല്ല, നുസൈബക്കിനി ജീവിതത്തിൽ ആണുങ്ങളെ വേണ്ട. ഒരു വിവാഹത്തിനും ഞാൻ തയ്യാറാവുകയില്ല. ഇനി എന്നെ നിർബന്ധിച്ച് ആ വീട്ടിലേക്ക് തന്നെ കെട്ടിച്ചയച്ചാൽ തന്നെ എൻ്റെ ജീവിതം അതവിടെ. ഞാൻ പോകില്ല ഒരിക്കലും. പിടിച്ചു വലിച്ച് കൊണ്ടുപോയാൽ വരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. എനിക്ക് കഴിയില്ല ഒരാണിൻ്റെ കൂടെ ജീവിക്കാൻ. ആണുങ്ങളെല്ലാവരും ഇത്ര സ്വഭാവക്കാരാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു നിമിഷം നുസൈബ ഉപ്പയെ ഓർത്തു. പഠിച്ചോനെ, എൻ്റെ ഉപ്പയൊക്കെ എത്ര നല്ല സ്വഭാവക്കാരനാണ്. എൻ്റെ ഉമ്മയോട് ഏറ്റവും നല്ല രീതിയിലാണ് ഉപ്പ സംസാരിക്കുക. ഒരു രീതിയിലും ഉമ്മയെ ചീത്ത പറയാറില്ല. നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും. എൻ്റെ ഉമ്മയൊക്കെ എത്ര ഭാഗ്യവതിയാണ്. പക്ഷേ എനിക്ക് വരുന്നതല്ല എന്താ ഇങ്ങനെ? ഷമ്മാസിനെ കുറിച്ച് ഒരുപാട് ചിന്തകളും സ്വപ്നങ്ങളുമായിരുന്നു. എന്തായാലും ഷിഫയോടെല്ലാം തുറന്ന് പറഞ്ഞ് കരയണം. അവളോട് പറഞ്ഞിട്ട് എല്ലാം സങ്കടങ്ങളും ഒഴുക്കണം. ഇനി ജീവിതത്തിൽ ഒരാണിനെയും ഇതാ നുസൈബ് വിശ്വസിക്കില്ല. അതെനിക്ക് സാധ്യമല്ല. എല്ലാവരും ചതിയന്മാരാണ്. ഒരാണും ശരിക്കുള്ളതില്ല ശരിയായ സ്നേഹം തരുന്നത്. നുസൈബക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ചാണ് വരുന്നത്. ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് ശല്യമായി നീ വരരുത് എന്നുള്ള മെസ്സേജാണ് അവൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നത്. എന്നാലും ഷമ്മാസ്, നീ ഇത്രയ്ക്ക് ചതിയാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ കാണാനായിട്ടാണ് 2 ദിവസം ഞാൻ ആ മൊബൈൽ ഷോപ്പിൽ കയറി ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോവാറില്ലായിരുന്നു. നിന്നോട് കണ്ട്
എൻ്റെ സങ്കടങ്ങളെല്ലാം ഒന്ന് തുറന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട്. ഹേയ്, ആരോട് പറയണം ഇനി ആരുമില്ല എനിക്ക് പറയാൻ. ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ഇവിടെ ആരുമില്ല. എനിക്കിനി ആണുങ്ങളെ വിശ്വാസമല്ല. സത്യമായിട്ടോ ഇനി ഞാൻ വിവാഹമെന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അതാ നുസൈബ പുറത്തേക്കിറങ്ങുന്നു. അവൾക്ക് യാതൊരു പേടിയും ഇല്ല. വളരെയധികം ധൈര്യം കൂടിയ പോലെ. എല്ലാവരും, ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, എന്നെ ചതിക്കുകയാണ്. എല്ലാവരും ചതിയന്മാരാണ്. ഈ ചതിയന്മാരെയൊന്നും എനിക്ക് പേടിയേ ഇല്ല. എന്തിനു പേടിക്കണം? എല്ലാ ആണുങ്ങളും ചതിയന്മാർ. ഛേ അല്ലാ, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? നുസൈബ വാതിൽ തുറന്ന് അതാ അടുക്കളയിലേക്ക് ഇറങ്ങുന്നു. നാവ് വല്ലാതെ വരണ്ടു പോയ പോലെ, ഒന്നും സംസാരിക്കാൻ കഴിയാത്ത പോലെ, ആകെ എന്താണെന്നറിയില്ല, വല്ലാത്തൊരവസ്ഥ. താൻ മരിക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോയി. വെള്ളത്തിന് വല്ലാത്ത ദാഹിക്കുന്നു. കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്ന് കരുതി ഉമ്മ കുടത്തിൽ കോരി വെച്ച ആ വെള്ളം അതാ ഗ്ലാസ്സിലേക്ക് എടുക്കുന്നു. അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ ആ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് അത് താഴോട്ട് വീഴുന്നു. അടുക്കളയിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് ഉമ്മ അതാ ഞെട്ടി ഉണർന്നു. ഇക്ക, അടുക്കളയിൽ എന്താ ഒരു ശബ്ദം? എന്താടി? ലൈറ്റ് ഇട്ട് നോക്ക്. അടുക്കളയിൽ ലൈറ്റൊന്നുമില്ല. ആ ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ ആ ഒരു ഷോക്കും ഷമ്മാസിൻ്റെ ആ ഒരു മെസ്സേജ് കണ്ട ഷോക്കും എല്ലാം കൂടി ആയിട്ട് നുസൈബയാകെ പേടിച്ച് നിൽക്കുകയാണ്. ഉമ്മ പെട്ടെന്ന് അടുക്കളയുടെ ഭാഗത്തേക്ക് വന്ന് ലൈറ്റിട്ടു. പെണ്ണേ, നീ എന്താ ഇവിടെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക്? എന്താ വീണത്? ഗ്ലാസ്. എന്താ പെണ്ണ് നീ ഇങ്ങനെ? നീ ആകെ വിളറി വെളുത്ത പോലെ. എന്ത് പറ്റി? നീ ആകെ ടെൻഷനായ പോലെ. വെള്ളം കുടിക്കാൻ വന്നതാണ്. നുസൈബ, എൻ്റെ കുട്ടിക്ക് എന്താണ്? ഉമ്മ, എനിക്ക് എന്താ മോളെ? ഉമ്മ അവളെ അതാ കസേരയിലേക്ക് ഇരുത്തുന്നു. അവളുടെ മുഖമാകെ തടവി കൊടുക്കുന്നു. മോളെ നുസിയെ, എന്തെൻ്റെ കുട്ടിക്ക്? എന്തി സ്വപ്നം കണ്ട് പേടിച്ചോ? ഉമ്മ, ഒന്നുമില്ല. എന്താ? എൻ്റെ കൈകാലുകൾ വല്ലാതെ തളരുന്നുമ്മ. എന്തെൻ്റെ കുട്ടി? എന്തേ കണ്ട് പേടിച്ചോ? സ്വപ്നം കണ്ടോ? എന്താ ലൈറ്റ് ഇടാതെ വെള്ളം കുടിക്കാൻ വന്നത്? അതിനും ചവിട്ടല്ലോ, ഞാനത് എടുത്തു മാറ്റട്ടെ. അപ്പോഴേക്കും ഉപ്പയതാ എണീറ്റ് വരുന്നു. എന്താണ് അവിടെ ഒച്ചപ്പാട്? അതെ, ഓളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണാണ് വെള്ളം കുടിക്കാൻ എണീറ്റപ്പോൾ. കുട്ടി ലൈറ്റ് ഇട്ടിട്ടില്ല. അതെന്താ കുട്ടി ലൈറ്റ് ഇടാതെ ഇറങ്ങിയത്? നോക്കി ഇങ്ങോട്ട് വരലിട്ട്, അവിടെയൊക്കെ ചില്ലുണ്ട്. ഓൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കട്ടെ. ഉമ്മ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നുസൈബയുടെ ചുണ്ടോട് അടുപ്പിച്ചു. എന്നാ മോളെ, ഇത് കുടിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖം ഒന്ന് കഴുകി കൊടുത്തു. എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? അതൊക്കെ ഉമ്മ നന്നാക്കിക്കോളാം. വാ, അകത്തേക്ക് വാ. അങ്ങനെ ലൈറ്റ് ഇടാതെ ഇറങ്ങലില്ലല്ലോ. രാത്രി വെള്ളം കുടിക്കാനും എണീക്കില്ല. ഇന്നിപ്പോൾ എന്തേ? അവൾക്ക് സംസാരിക്കാൻ തന്നെ ശരിക്ക് കഴിയുന്നില്ല. മോളെ, എന്താ പറ്റിയത്? എൻ്റെ കുട്ടി പറയേ. ഒന്നുമില്ലമ്മ, എൻ്റെ കുട്ടി എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഉമ്മ വേഗം ആയത്തുൽ കുർസി ഓതി അവളുടെ തലയിലൂടെ ഊതി കൊടുക്കുന്നു. ഉമ്മ, ബാ, ഉമ്മാൻ്റെ കൂടെ കിടക്കണോ? എന്നാ അങ്ങോട്ട് പോര്. അല്ല വേണ്ട, ഞാൻ അവിടെ കിടന്നോളാം ഉമ്മ. ഉമ്മ അവളുടെ കൈകാലുകളെല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നു. വല്ലാതെ ക്ഷീണം വരുന്ന പോലെ അവളുടെ കണ്ണുകൾ പതുക്കെ അടയുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്താ റബ്ബേ? നുസിയെ, എൻ്റെ കുട്ടിക്ക് എന്താ? ഭക്ഷണം എന്തെങ്കിലും വേണോ? വേണ്ട ഉമ്മ, ഞാൻ ഉറങ്ങിക്കോളാം, നിങ്ങൾ പോയിക്കോളേ. എന്താ സൗണ്ടൊക്കെ വല്ലാത്ത ഒരു ഇതുപോലെ? ഇങ്ങനെയല്ലല്ലോ. എന്ത് പറ്റി? പഠിച്ചോനെ, എൻ്റെ കുട്ടിക്കൊന്നും പറ്റരുത് റഹ്മാനെ. അല്ലാ. ഉമ്മാക്കും ഉപ്പാക്കും ബേജാറായി. ഉപ്പ ചോദിച്ചു, വണ്ടി വിളിക്കണോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? ഉപ്പ, വേണ്ട, ഞാൻ ഉറങ്ങുമ്പോൾ ശരിയായിക്കോളും. എന്തോ പ്രഷർ കുറഞ്ഞാണെന്ന് തോന്നുന്നു. ഉമ്മ വേഗം ഒരു നാരങ്ങ എടുത്ത് മുറിച്ച് അത് പിഴിഞ്ഞ് അതിൽ ഉപ്പിട്ട് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. മോളെ, ഇന്നത് കുടിച്ച് നോക്ക് എൻ്റെ കുട്ടി. പ്രഷർ കുറഞ്ഞതാണെങ്കിൽ അത് ശരിയായിക്കോളും.
അവൾ പതുക്കെ ഉമ്മയുടെ സഹായത്തോടെ എണീറ്റിരിക്കുന്നു. അവൾ ആ വെള്ളം കുടിച്ചു. പക്ഷേ അവൾക്ക് പ്രഷർ കുറഞ്ഞത് എങ്ങനെയാണെന്നോ ടെൻഷൻ കൊണ്ടോ ഒന്നും ഉമ്മക്കറിയില്ലല്ലോ. അത് ശരിയായിക്കോളും മോള് കിടക്ക്. നുസൈബയെ അവിടെ കിടത്തി ഉമ്മ പതുക്കെ ഇങ്ങനെ വീശിക്കൊടുത്തു. അവളുടെ തലയിൽ മെല്ലെ തലോടി. ആ മുടിയിഴകൾ ആകെ അഴിഞ്ഞു കിടക്കുന്നു. അല്ല മോളെ, എൻ്റെ കുട്ടി ഇന്നലെ മുടിയും വാർന്ന് മുടഞ്ഞിട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നല്ല മട്ടത്തിൽ മുടഞ്ഞ് റെഡിയാക്കണമല്ലോ. ഇത് കണ്ടില്ലേ മുടി ഒന്നായിട്ട് കിടക്കണത്? ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞതല്ലേ. ഉമ്മ, മുടിയൊക്കെ കെട്ടണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എൻ്റെ കൈകളൊക്കെ കുഴഞ്ഞിട്ട് കഴിയണില്ല. പഠിച്ചോനെ, റെഡി ആയാൽ മതിയായിരുന്നു. വാ ഇക്ക, നിങ്ങൾ പോയി കിടന്നോളി. ഞാൻ ഓളെടുത്ത് ഇവിടെ കിടന്നോളാം. ഓളെ ആശ്വസിപ്പിക്കട്ടെ, ഓൾ മാറട്ടെ. നുസൈബ അവിടെ ഉമ്മയുടെ മടിയിൽ തല ചായ്ച്ച് കിടക്കുന്നു. ഉമ്മ അവളെ വല്ലാതെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു. അവൾക്ക് ആയത്തിൽ കുറിച്ചും എല്ലാം ഓതി കൊടുക്കുന്നു. മോളെ, സാരില്ല, ഒക്കെ റെഡി ആയിക്കോളും, പഠിച്ച റബ്ബ് കാക്കട്ടെ. ഉമ്മ അവളുടെ മുടിയിഴകളിലൂടെ ഇങ്ങനെ തല ഓടിക്കൊണ്ടിരുന്നു. ഉമ്മ ഉമ്മ എന്താ മോളെ, എന്തേ? ഉമ്മ, ഈ ദുനിയാവിൽ ആണുങ്ങളെല്ലാവരും വഞ്ചിക്കുന്നവരാണോ? എന്താ മോളെ ഈ പറയണത്? ആണുങ്ങളെല്ലാവരും വഞ്ചിക്കേ? അങ്ങനെ ആരാ വഞ്ചിച്ചത്? അല്ലമ്മ, എൻ്റെ ജീവിതത്തിലെ ആദ്യ വിവാഹം എന്ന് പറഞ്ഞാൽ അത് മോളെ അങ്ങനെയൊന്നും വഞ്ചിക്കൂലല്ലോ. അതിപ്പോൾ ഒരാൾ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ആയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരിക്കലും അങ്ങനെ ആവില്ല. ഇപ്പം എൻ്റെ കുട്ടീനെ കെട്ടാൻ പോണ ചെക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കുട്ടിയാണെന്നാണ് പറയണത് കേൾക്കണത്. എല്ലാം കൊണ്ടും നല്ലതാണ്. ഓനെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ് കേട്ടോ. അതല്ല ഉമ്മക്ക് അതിനോട് വലിയൊരു താല്പര്യം തോന്നിയത്. ഉമ്മ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ചെക്കന്മാർ നന്നാവണേ. ചെക്കന്മാർ നന്നായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഉമ്മ, അതൊന്നും പറയാൻ പറ്റൂല. അതെന്താ മോളെ? അതൊക്കെ പറയാൻ പറ്റും. നല്ലത് നോക്കിയിട്ട് തന്നെ അമ്മ കെട്ടിക്കൊള്ളൂ. ഒരു പ്രാവശ്യം നമ്മളടുത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചിട്ട് അന്ന് അവനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ അന്വേഷിച്ചില്ല. വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു. അതങ്ങനെ അങ്ങോട്ടായി. അത് സാരല്ല എന്ന് കരുതി എല്ലാവരും ചതിയന്മാരാവൊന്നും നമ്മളൊരിക്കലും വിചാരിക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും അല്ല. ആണുമ്മ, ഈ ദുനിയാവിലെ ആണുങ്ങൾ മുഴുവനും ചതിയന്മാരാണ്. എനിക്കത് ഉറപ്പുണ്ട്. എന്താ എൻ്റെ നുസേജ് ഇങ്ങനെയൊക്കെ പറയണേ? ദുനിയാവത്തെ എല്ലാവരും ചതിയന്മാരോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ എളാപ്പവരൊക്കെ ഇങ്ങനെ എത്ര നല്ല രീതിയിൽ കുടുംബം പോറ്റുന്ന ആൾക്കാരാണ് ഓലൊക്കെ. എങ്ങനെ നോക്കലുണ്ട് നിങ്ങളായാലും ഇന്നായാലൊക്കെ? അങ്ങനെ ഉമ്മ, നമ്മളെ വീട്ടുകാരൊന്നുമല്ല, എങ്കിലും പുറത്തുള്ളവരൊക്കെ. മോളെ, അതൊക്കെ നിൻ്റെ തോന്നലാണ്. നല്ല നല്ല ചെക്കന്മാരുണ്ടാവും, നല്ല സോലിഹായ ചെക്കന്മാർ. എല്ലാവരും നമ്മളങ്ങനെ ചതിയന്മാരെ പറയാൻ പാടില്ല. അത് ഒരിക്കലും അങ്ങനെ ഒരു പറ്റിയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരിക്കലും അങ്ങനെയല്ല. എൻ്റെ മോള് ആ ഒരു ചിന്തയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ. ഉമ്മ പോയി കിടന്നോളൂ, ഞാൻ ഉറങ്ങട്ടെ. വേണ്ട, എൻ്റെ മോൾ ഉറങ്ങിയിട്ട് ഞാൻ പോയിക്കോളാം. കുറച്ച് കഴിഞ്ഞപ്പോൾ നുസൈബ അവളുടെ കണ്ണുകൾ അറിയാതെ അടയുന്നു. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. അത് ഉമ്മ ശരിക്കും നോക്കിക്കൊണ്ടിരുന്നു. കാരണം ചെറുപ്പത്തിൽ ഉമ്മമാരെണീറ്റ് പോരണമെങ്കിൽ മക്കൾ ഉറങ്ങണം. അതെ, അതുപോലെയാണ് ഉമ്മക്ക് തോന്നിയത്. എൻ്റെ കുട്ടി ഉറങ്ങിയിരിക്കുന്നു. പഠിച്ചവനെ, എൻ്റെ കുട്ടിയുടെ മനസ്സിൽ എന്താണാവോ? എന്തോ അവൾക്കൊരു പേടി പറ്റിയതാണ്. അടുക്കളയിൽ പോയിട്ട് കുപ്പിച്ചില്ലൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ, അല്ലെങ്കിൽ രാവിലെ വന്ന് എന്താന്നാവും. പഠിച്ചവനെ, എന്തീ സ്വപ്നം കണ്ടോ? കിടക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നാണെന്ന്. എന്താന്നാവോ? അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഉമ്മയുടെ മടിയിൽ നിന്ന് അവളുടെ തലയിണയിലേക്ക് വെച്ചു. ഉമ്മ അടുക്കളയിലേക്ക് പോയി ആ കുപ്പിച്ചിലെല്ലാം വാരി പെറുക്കിയിട്ടു. എന്താന്നാവോ എൻ്റെ കുട്ടിക്ക്? അത് ഇങ്ങനെയൊന്നും അവൾക്ക് ഉണ്ടാവാറുന്നില്ല. ഒരു സാധനം കേടുവരുത്തലുമില്ല. ഇത് അറിയാതെ കയ്യിൽ നിന്ന് എന്താന്നാവും. പഠിച്ചവനെ, ഒന്നുമില്ല ഞാൻ മതിയായിരുന്നു, സമാധാനമല്ല. ഉമ്മ ഉപ്പയുടെ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു, ഇക്ക, എന്താന്നാവും അവൾക്ക് പറ്റിയത്? അത് പെണ്ണ് എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ച് തെറ്റായിരിക്കും. ഒന്നാമത്തതൊക്കെ അങ്ങനെ ആയതല്ലേ. ഇപ്പോൾ ഓൾക്കൊരു പേടിയാണ്. അല്ലെങ്കിലും ഈ വിവാഹത്തിനോടും ഓൾക്കൊരു താല്പര്യമില്ല. ഓള് പറയണത്, എനിക്ക് ആരും ആണുങ്ങളൊന്നും വിശ്വസിക്കാൻ എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ്, എല്ലാവരും ചതിയന്മാരാണ്, വഞ്ചകരാണ്, അങ്ങനെയൊക്കെയാണ് പറയണത്. അതൊന്നുമല്ല, ഒന്നാമത്തെ ജീവിതം അങ്ങനെ ആയിപ്പോയില്ലേ. ആ ഒരു ഷോക്കോളം മനസ്സിലുണ്ട് ഇപ്പോഴും. അതാണ് പിന്നെ ആരെ കാണുമ്പോൾ ഓല് ചതിക്കും, വഞ്ചിക്കും, ഉപേക്ഷിക്കും എന്നൊക്കെ തോന്നുന്നത്. ആ ഒരു ഇതാണ് ഓൾക്ക്. അതിനിപ്പോൾ മനസ്സൊന്ന് മാറാൻ കുറച്ച് പണിയായിരിക്കും. കാരണം ഒന്നാമത്തെ
ആ ഇളം പ്രായത്തിൽ എൻ്റെ കുട്ടി അനുഭവിച്ചതാണ് ആ വേദന. അതാണ്, വേറെ ഒന്നുമല്ല. ഇനി അതൊക്കെ മായ്ക്കാനും മറക്കാനോ ഓൾക്ക് നല്ലൊരു പുതിയാപ്പിളച്ചക്കനെ ഓളെ കൂടെ വേണം. ഓളെ നല്ല രീതിയിൽ സ്നേഹിക്കണേ, ഓളെ നല്ല രീതിയിൽ നോക്കണേ ഒരാളെ. ഇക്ക എന്തായാലും ഇവർ കണ്ടു വന്ന് പോയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, ചെക്കനൊക്കെ നല്ല ചെക്കൻ, ഡീസൻ്റ് ചെക്കനാണ്. പക്ഷേ ഓൻ്റെ ബാപ്പ ഹുസൈനാജി, ആ കാര്യത്തിൽ എനിക്കിപ്പോഴും നല്ലൊരു ടെൻഷനുണ്ട്. ആ ഒരു ടെൻഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ മാറിയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഉറപ്പിച്ചിടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെക്കൻ്റെ ഒരു നല്ല പ്രവൃത്തിയും നല്ല കാര്യങ്ങളും, നല്ലൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് മൂളിയെന്ന് മാത്രം. എനിക്ക് വലിയൊരു തൃപ്തിയൊന്നും അതില്ല. ഇക്ക നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞത് ഇല്ലാതാക്കല്ലിട്ടോ. അതെ, ആ കുട്ടി നല്ല നോക്കണ കുട്ടിയാന്ന് പറഞ്ഞപ്പോഴല്ലേ നമ്മളതിനു വേണ്ടി ഉറപ്പിച്ചതൊക്കെ. പിന്നെ ഇപ്പം എന്താ, ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതാക്കല്ലേ നിങ്ങൾ. അല്ലടേ, ഇല്ലാതാക്കല്ല, നമ്മളെ കുട്ടീൻ്റെ കാര്യം ആലോചിച്ചിട്ടേ അത് വിചാരിച്ചിട്ടാണ്. ഓൾക്ക് അങ്ങനെ തോന്നുകയാണ്. എന്തായാലും ആ കുട്ടി കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ഓന് പെൺകുട്ടികളെ നോക്കാൻ കഴിയുന്ന കുട്ടി തന്നെയാണ് കണ്ടിട്ട്, ഓൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ. ഇനിയിപ്പോൾ എന്തൊക്കെയാ അല്ലാഹു ആലം. അന്ന് രാവിലെ അതാ നുസൈബ പെട്ടെന്ന് തന്നെ എല്ലാ പ്രവൃത്തികളും ചെയ്തു. ഉമ്മാക്ക് ടെൻഷനായിരുന്നു, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് എണീക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നുമില്ല, നല്ല സ്മാർട്ട് തന്നെയാണ് അവൾ, ഒരു കുഴപ്പമില്ല. മോളെ ഇന്നലെ രാത്രി ഗ്ലാസ്സൊക്കെ വന്ന് പൊട്ടിച്ച് ഉമ്മ അതറിയാതെ. പക്ഷേ നുസൈബയുടെ മനസ്സിൽ അത് ഒരു വാശി പോലെയായിരുന്നു. ഷമ്മാസും ഫൈസലും എല്ലാവരും എന്നെ വഞ്ചിച്ചവരാണ്. ഇനി ഒരിക്കലും ഒരു വിവാഹത്തിനും ഞാൻ നിൽക്കുന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം, അതാണ്. ഇനി ഒന്നുമില്ല. എനിക്ക് സ്നേഹവും കാര്യങ്ങളും പ്രേമവും ഒന്നും ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ ആരും വിശ്വസിക്കില്ല. എനിക്ക് പാല് തരാം, തേന് തരാം എന്നൊക്കെ പറഞ്ഞ് പൊന്നു പോലെ നോക്കുമെന്ന് പറഞ്ഞാലും ഞാൻ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യില്ല. കാരണം അത്രക്കും വലിയ ചതിയാണ് ഷമ്മാസു എന്നോട് ചെയ്തത്. ഇല്ല, ഒരിക്കലുമില്ല. അവളന്ന് ഉമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുന്നു. ഉമ്മ ഞാൻ പോയിട്ട് വരാം, അസ്സലാമു അലൈക്കും. മോളെ ശ്രദ്ധിച്ചു പോണട്ടോ. ഉമ്മ എന്തിന്? ഞാൻ പഠിക്കാനാണ് പോകുന്നത്, അല്ലാതെ വേറൊരു കാര്യത്തിനുമല്ല. എൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, അല്ലാതെ. എനിക്കറിയാം മോളെ, എൻ്റെ കുട്ടി പഠിക്കാൻ തന്നെ പോകുന്നത്. എന്നാലൊന്ന് പറഞ്ഞൊന്ന് മാത്രം. വിവാഹം ഉറപ്പിച്ച പെണ്ണല്ലേ, അതുകൊണ്ട്. ഉമ്മ വിവാഹം വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. എനിക്കെല്ലാം മടുത്തു. ഇങ്ങനെ മതി, ജീവിച്ചാൽ മതി ഒറ്റയ്ക്ക്. എന്താ ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്തെങ്കിലും പറ്റുമോ? ഉമ്മാക്കും ഉപ്പാക്കും പേടിയാണ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല, ആണുങ്ങളെ തണലിലല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ. ഉമ്മ അതൊക്കെ വെറും വാക്കാണ്. എത്ര പെണ്ണുങ്ങളുടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. നോക്കിക്കോളി, ഞാൻ പഠിച്ച് റാങ്ക് നേടി ഞാൻ MBBS വിഭാഗം പഠിച്ച് ഡോക്ടറായി ഇറങ്ങും. അത് ഒരാളുടെ തുണയും സഹായവും ഇല്ലാതെ. നോക്കിക്കോളി, എൻ്റെ കൂടെ പഠിച്ചവനുണ്ട്, അത് മതി എനിക്ക്. അള്ളാഹു ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ? മതി വിവാഹം കല്യാണം ഇതൊക്കെ. എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ വിഷയത്തിനോട്. എനിക്ക് എൻ്റെ മുമ്പിലൊരു ലക്ഷ്യമുണ്ട്, അതെനിക്ക് പൂർത്തീകരിക്കണം. നുസൈബ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനി ഹേയ്, ഒന്നിനും ഞാൻ പെടില്ല. ആര് എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും, അവൾ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു. മോളെ നുസിയെ, കൊട ചൂട്. കൊട എടുത്തില്ലേ? എന്നാ കൊട. ഉമ്മ എന്തിന്? ചെറിയൊരു മഴ കൊണ്ടെന്ന് കരുതി പനിക്കാൻ പാടില്ല. ഹേയ്, അങ്ങനെ പനിച്ചാൽ പിന്നെ നമ്മുടെ ശരീരത്തിന് ശക്തി കിട്ടില്ല. വേണ്ട, കുറച്ചൊക്കെ മഴയും വെയിലൊക്കെ കൊള്ളണം. നമ്മൾ ഉപ്പയുടെ പോലെ. ഉപ്പ എത്ര കരുത്തായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. മഴയും വെയിലും കൊണ്ടാലും അങ്ങനെയൊക്കെ ജീവിക്കാനും വേണം പഠിക്കുക. ഇത് എപ്പോഴും നമ്മൾ പേടിച്ച് തണലിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്നും പേടിയായിരിക്കും. ഇല്ല, നുസൈബിനി പേടിച്ച് ജീവിക്കില്ല. എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങൾ കുറച്ചുണ്ട്. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് എതിർക്കാനും കഴിയും. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വാശിയായിരുന്നു അന്ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ. ഞാനെന്തിനു പേടിക്കണം? എനിക്കെൻ്റെ സേഫ്റ്റിയുള്ള വസ്ത്രമുണ്ട്, എതിലേ എനിക്ക് പോകാം, ഒരാൾ വേണ്ട. അവളതാ നടന്നുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ആ ഇന്നോവ അവളുടെ മുമ്പിലേക്ക് വരുന്നു. അതെ, അന്ന് കണ്ട് ആ വാഹനം. നുസൈബ അത് മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് നടക്കുന്നു. അവളുടെ അടുത്തെത്തിയപ്പോൾ പഴയ പോലെ തന്നെ ഒരു ഹോണടി. പിന്നെ ആ ഗ്ലാസ് താഴ്ത്തി ഡ്രൈവർ അതാ നോക്കുന്നു. കുട്ടിയെ കയറിക്കോ, ഞാൻ സ്കൂൾ വരെ കൊണ്ടാക്കി തരാം. എന്തിന്?
എന്തിന്? എനിക്കെന്താ ബസ്സില്ലേ? കുട്ടിയെ ഒന്ന് സമാധാനത്തിൽ ഇതിൽ കയറിക്കോളി. നിങ്ങൾ വെറുതെ ബസ്സിന് പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളോടെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? കുട്ടി ചൂടാവില്ലേ? നമ്മളെ വീട്ടിലേക്ക് വരുന്ന കുട്ടീനല്ലേ? അതുകൊണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. കയറിക്കോളി, ഇതിൽ ഞാൻ കൊണ്ടാക്കി തരാം. ദേ പിന്നെ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ ഞാൻ കേസ് കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അവളുടെ ആ ഒരു ഉഷറും ധൈര്യവും കണ്ട് ശരിക്കും പറഞ്ഞപ്പോൾ ഹുസൈനാജി ശരിക്കും ഞെട്ടിപ്പോയി. ആഹാ, ഇവൾ അത്രക്കായോ? പഠിപ്പുണ്ടെന്ന് കരുതി വലിയ ആൾക്കാരോട് എങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒന്നുകൂടെ അയാൾ വണ്ടി മുന്നോട്ടെടുത്തു. അതാ നുസൈബയുടെ പിന്നാലെ വീണ്ടും അവിടെ നിർത്തി. കുട്ടിയെ കയറണമെങ്കിൽ കയറിക്കോ, ഒരിക്കൽ കൂടി പറയാണ്. പിന്നെ ഇവ സംസാരിക്കണത് ആരോടാണെന്നുള്ള ഓർമ്മയാണ് കേട്ടോ. ഈ അങ്ങോട്ട് എത്താനുള്ള തന്നെയാണ്. അത് കുട്ടി മറക്കണ്ട. ആര് പറഞ്ഞോ ഞാൻ അങ്ങോട്ട് എത്താനുള്ളതാണെന്ന്? അതൊക്കെ ഞാൻ തീരുമാനിക്കും. എനിക്ക് എൻ്റെ കുറച്ച് തീരുമാനങ്ങളുണ്ട്. ഇതുവരെ എല്ലാവരുടെയും തീരുമാനത്തിന് ഞാനങ്ങനെ നിന്ന് കൊടുത്തു. ഇനി നുസൈബാൻ അതിന് കിട്ടില്ല. ഇനി എനിക്ക് എൻ്റെ കുറച്ച് തീരുമാനങ്ങളും സ്വപ്നങ്ങളുണ്ട്. അത് നേടിയെടുക്കട്ടെ, എന്നിട്ട് മതി നിങ്ങളെ കല്യാണം കളിയാട്ടൊക്കെ. ഒന്ന് മാറി തരുമോ? അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അയാളെ ഹിജാബിനുള്ളിലൂടെ തറച്ചൊരു നോട്ടവും കൊടുത്ത് നുസൈബത ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. ഒരുപാട് കാലം ഒരുപാട് ആളുകളുടെ അടിമയായി കഴിയേണ്ടി വരുന്നു. ഇനി അത് കിട്ടില്ല. ഇനി നുസൈബാന് കിട്ടില്ല. ഇനി ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴി ഞാൻ സഞ്ചരിക്കും. അവൾക്ക് ദേഷ്യവും കോപവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നു. അപ്പോഴേക്കും അതാ ബസ്സെത്തി. അവൾ അതാ ബസ്സിൽ കയറുന്നു. ബസ്സിലെ കണ്ടക്ടർ അതാ പൈസ ചോദിച്ച് ഉള്ളിലൂടെ വരുന്നു. എല്ലാ പെൺകുട്ടികളുടെയും ശരീരത്തിൽ തൊട്ടുരുമിക്കൊണ്ട് അയാളതാ പൈസ ചോദിച്ച് നടക്കുന്നു. നുസൈബയുടെ അടുത്തെത്തിയപ്പോഴും അയാൾ വല്ലാതെ അങ്ങ് ചാരി. എടോ വിട്ടു നിൽക്ക്. എന്താ നിനക്ക് ഇവിടെ ഗ്യാപ്പില്ലേ? എന്നിട്ടെന്താ നീ ഇതിലൂടെ എങ്ങനെ എടുക്കുന്നത്? ദേ വല്ലാതെ കളിക്കല്ലേ. അത് കേട്ടപ്പോൾ കണ്ടക്ടർ ശരിക്കും ഞെട്ടിപ്പോയി. ആഹാ, ഇങ്ങനെ സംസാരിക്കുന്ന പെണ്ണുണ്ടോ ഇവിടെ? ബാക്കിയുള്ള ഒറ്റ കുട്ടികളും മിണ്ടിയിട്ടില്ല ഞാൻ ഇതിലെവിടെയൊക്കെ നടന്നിട്ടും തോണ്ടിയിട്ടും. പക്ഷേ ഇവള് അത് കേട്ടപ്പോൾ പെൺകുട്ടികളെല്ലാം പറഞ്ഞു. അല്ലെങ്കിലും അയാൾക്ക് കുറച്ച് തൊടലും ഉരുമ്മലും കൂടുതലാണ്. പെണ്ണുങ്ങളെ കാണാത്ത പോലെ എല്ലാവരും നുസൈബയുടെ കൂടെ കൂടി. നുസൈബ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു.